ഞാൻ ആദ്യം സൈറ്റ് വിസിറ്റ് ചെയ്തപ്പം തന്നെ നമ്മുടെ ക്ലയൻറ്റ് സൈഡിൽ നിന്നുള്ള ആദ്യത്തെ ഒരു കൺസിഡറേഷനായിരുന്നു ഒരു അടഞ്ഞ് മൂടിയ ഒരു സ്ഥലത്ത് ചെന്നിരിക്കുന്ന പോലത്തെ ഒരു വീടാവരുത് അവരുടെ എന്നുള്ളത്. ഇവിടെ വന്നപ്പം ഈ നമ്മളിപ്പോൾ കേൾക്കുന്ന പോലെ ചീവീടിൻ്റെ സൗണ്ടും മരങ്ങളും എല്ലാം റിച്ചായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പം അതിനെ മാക്സിമം അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡിസൈൻ വേണമെന്ന് അവർ പറഞ്ഞിരുന്നു. ഹായ്, ഞാൻ അമൽ, ഇഷ്ടിക ആർക്കിടെക്ചർ സ്റ്റുഡിയോയുടെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റാണ്. നമ്മളിപ്പം നിൽക്കുന്നത് മഴുവന്നൂർ, പെരുമ്പാവൂരടുത്ത് മഴുവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ഡിസൈൻ ചെയ്ത വീട്ടിലാണ്. നമ്മൾ സിറ്റ് ഔട്ട് തുറന്ന് കയറി വരുമ്പം ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് ഒരു അടഞ്ഞ സ്പേസിലേക്ക് കയറി വരുന്ന ഒരു ഫീൽ ഒഴിവാക്കാൻ വേണ്ടി ആ പാസേജിൽ നിന്ന് തന്നെ അതല്ലെങ്കിൽ മെയിൻ ഡോറ് തുറക്കുമ്പം തന്നെ ഒരു നമ്മുടെ കോർട്ട്യാർഡിനെ കാണാവുന്ന രീതിയിലാണ് നമ്മളതിനെ പ്ലേസ് ചെയ്തേക്കുന്നത്. രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ളൊരു കോർട്ട്യാർഡും വേണം. അതിനുവേണ്ടി ഞങ്ങൾ എടുത്ത ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് വീടിൻ്റെ പുറത്തുള്ളൊരു കോർട്ട്യാർഡിനെ ഒരു ചെറിയൊരു ഗ്രിൽ വർക്ക് വെച്ച് നമ്മളിതിനെ കണക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസോ അല്ലെങ്കിൽ വെള്ളം വീഴുന്നതോ നനയുന്നതോ പൊടി വീഴുന്നതോ ഒന്നും വീടിൻ്റെ ഉൾവശത്തെ ബാധിക്കുന്ന രീതിയിൽ ഒരിക്കലും വരികയില്ല. നമ്മുടെ കാർ പോർച്ചിൻ്റെ പ്ലേസ്മെൻറ്റ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനിങ് റൂമിൽ നിന്ന് മുറ്റത്തെ ആക്സസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഡോറ് നമ്മൾ പ്ലേസ് ചെയ്തിരുന്നു. അതിനൊരു ചെറിയ എന്താ പറയുക ഒരു കവറിങ് ലഭിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനൊരു പ്രൈവസി കിട്ടുന്ന രീതിയിൽ ആണ് ഇതിനെ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ കാർ പോർച്ചിൻ്റെ ബാക്കിലേക്കുള്ള സ്ഥലങ്ങൾ റോട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്ര കാഴ്ചയിലേക്ക് വരികയൊന്നുമില്ല. കുട്ടികൾക്ക് കളിക്കാനും എല്ലാമായിട്ട് അത് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇതൊരു 12-13 സൈസുള്ള ബെഡ്റൂമുകളാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് മാക്സിമം സൈസ് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് ആദ്യമേ തന്നെ ഒരു പ്രോപ്പർ ഫേർണിച്ചർ ലേഔട്ട് ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് പ്ലേസ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നമ്മൾ ബേ വിൻഡോ കൊടുക്കും. അത് വിഷ്വലി ഒരു 2 അടിയും കൂടെ ആ ഒരു സൈഡിനെ സൈസ് കൂടിയതായിട്ടുള്ള ഒരു ഫീലിംഗ് കൊണ്ടിരുന്നത് മാത്രമല്ല, ഇതിൻ്റെ മറ്റേ ഒരു സൈഡിൽ വാർഡ്രോപ്പ് ടേബിള് ഈ സാധനങ്ങൾ ഒരൊറ്റ സ്ട്രെച്ചിൽ തന്നെ പ്ലേസ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ കട്ടിലിന് ചുറ്റുമുള്ള സ്ഥലം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സർക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോ സ്പേസും മാക്സിമം യൂസ് ചെയ്യുന്നതിനായിട്ട് സ്റ്റെയറിൻ്റെ അടിവശമൊക്കെ നമ്മൾ ഒരു അയണിങ് ടേബിൾ, ഇൻവേർട്ടർ റൂം ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു സ്പേസ് ആയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എടുത്തേക്കുന്നത്. ഇവിടുത്തെ 2 ഫ്ലോറിലും വരുന്ന പാസേജുകളിൽ നാച്ചുറൽ ലൈറ്റ് വെന്റിലേഷനൊക്കെ വരുന്നതിനായിട്ട് സ്റ്റെയർ കേഴ്സിൻ്റെ ഏരിയയിൽ നമ്മൾ ഒരു ജാളി വോളാണ് ചെയ്തേക്കുന്നത്.
ഫ്രണ്ടിൽ മുറ്റത്ത് ലേ ചെയ്തേക്കുന്ന ഇൻ്റർലോക്ക് ടൈൽസ് ഒരു 4x2 സൈസിൽ പ്ലേസ് ചെയ്ത് അതിൻ്റെ ചുറ്റും ആർട്ടിഫിഷ്യൽ ലോൺ പിടിപ്പിക്കുകയാണ് ചെയ്തേക്കുന്നത്.